ഇറാനെതിരെ സാമ്പത്തിക നാവിക ഉപരോധം കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാൽ കഴിയുന്ന നിലയിലും നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇറാൻ ഭരണകൂടത്തെ അത്യന്തം അധിക്ഷേപകരമായ രീതിയിൽ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. ഇറാൻ നിലവിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെന്നും ഒത്തുതീർപ്പിന് തയ്യാറാകാതെ ഉപരോധത്തിൽ ഇളവ് നൽകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാൻ നടത്തുന്ന എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കൻ നാവികസേന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത് ആഗോള എണ്ണ വിപണിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശിക ഇടപെടലുകളും അവസാനിപ്പിക്കാൻ ഈ സമ്മർദ്ദം അനിവാര്യമാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ദീർഘകാല ഉപരോധത്തിന് തയ്യാറെടുക്കാൻ US ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. വീണ്ടും ബോംബിംഗ് നടത്തുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഉപരോധം നീട്ടാൻ എളുപ്പമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ആണവ വിഷയം പരിഗണിക്കപ്പെടാത്ത ഒരു കരാർ എങ്ങനെ ഒപ്പുവെക്കാനാകുമെന്ന് അവർക്കറിയില്ലെന്നും മിടുക്കരായി ഇറാൻ ഉടൻ കരാറിൽ ഒപ്പുവെക്കണമെന്നും തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നു. ചർച്ചകൾ വഴിമുട്ടിയതിനു പിറകെ 2 ആഴ്ച മുമ്പാണ് അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇതോടെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതോ അവിടേക്കുള്ളതോ ആയ കപ്പലുകൾ മടക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇറാൻ കപ്പലുകൾക്ക് US മറ്റുള്ളവയുടെ ഇറാനും മുടക്കിയതോടുകൂടി ഹോർമൂസ് വഴി ചരക്കുകടത്ത് ഏകദേശം സമ്പൂർണ്ണമായി നിലച്ച നിലയിലാണ്. ആണവ വിഷയം ഒഴിവാക്കി പുതിയ കരാറിലെത്താമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കില്ല എന്ന് ട്രംപ് പറയുന്നു. നിലവിൽ ഇറാന്റെ പക്കൽ 440 കിലോ യുറേനിയം ഉണ്ടെന്നാണ് കരുതുന്നത്. ഇവ 60% സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സമ്പുഷ്ടീകരിക്കണം നടത്തിയാൽ ഇവ ഉപയോഗിച്ച് ആണവായുധങ്ങൾ ഏറെയും നിർമ്മിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ബദൽ വ്യാപാര മാർഗങ്ങൾ വികസിപ്പിച്ച് ഉപരോധം മറികടക്കാമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. നിലവിൽ റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി സഹകരണം മെച്ചപ്പെടുത്തി മേഖലയിൽ മേൽക്കൈ ഉറപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇറാൻ സജീവമാക്കിയിരിക്കുന്നത്. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇറാൻ രംഗത്തെത്തി. അമേരിക്കയുടേത് സാമ്പത്തിക ഭീകരതയാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഉപരോധം തുടരുന്നത് പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധ സമാനമായ സാഹചര്യമുണ്ടാക്കുമെന്ന് ലോകരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ട്രംപിന്റെ ഈ കടുത്ത നിലപാട് ബാധിക്കും. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം കാരണം എണ്ണ ഇറക്കുമതിക്ക് ചെലവേറുന്നതും വിതരണം തടസ്സപ്പെടുന്നതും ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും മുൻ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ശതകോടികളുടെ എണ്ണ വ്യാപാരം നിലച്ചതോടുകൂടി ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇറാൻ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ് ഇപ്പോൾ. $1 18 ലക്ഷം ഇറാൻ റിയാൽ എന്ന നിലയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇത് ഇറാന്റെ നട്ടലൊടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.